ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2ലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നേച്ചർ ട്രെയിൽ എന്ന ചാപ്റ്റർ ആണ്. ലൈഫ് അറൌണ്ട് അസ്, ഇതാണ് യൂണിറ്റ് 2. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രകൃതി, അതിലുള്ള ജീവജാലങ്ങൾ, മനുഷ്യനല്ലാതെ പ്ലാന്റ്സ്, ആനിമൽസ്, അങ്ങനെ എല്ലാത്തിനെ പറ്റിയുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മാത്രം പോരാ അല്ലേ, നമുക്ക് നമ്മുടെ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനും കൂടി ആവശ്യമാണ്. അതിനെ പറ്റിയൊക്കെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. നേച്ചർ ട്രെയിൽ, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലൂടെ, കാട്ടിലൂടെയോ പാർക്കിലൂടെയോ ഒക്കെ സഞ്ചരിക്കുകയാണ്. നടന്ന് ആ പ്രകൃതിയെ ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമുക്ക് നേച്ചർ ട്രെയിൽ. പ്രകൃതിയിലൂടെ നടന്ന് അതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. Have you ever seen a banyan tree with his hanging roots touching the ground? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ബാനിയൻ ട്രീ, ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള മരങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കളേർഡ് ബേർഡ് ഡൈവിംഗ് ഇൻ ടു ദ വാട്ടർ, പക്ഷികൾ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ ഒരു ബ്ലൂ കിങ് ഫിഷറിനെ കാണാം. ഇതുപോലെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി അതുമല്ലെങ്കിൽ a spider weaving its web, butterflies flying around a flower, ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? Nature is full of amazing animals and plants. Let us explore more about them. നമുക്കറിയാം, നമ്മുടെ പ്രകൃതിയിൽ പലതരത്തിലുള്ള ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ അതിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ പോവാണ്. Adventure begins. The students, along with their teacher, got ready for a nature trail at Pachmadi, Madhya Pradesh. ഈ ചാപ്റ്ററിൽ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് കുറെ കുട്ടികളും അവരുടെ ടീച്ചറും കൂടി മധ്യപ്രദേശിലുള്ള പച്മടി ഹിൽ സ്റ്റേഷനിൽ ഒരു നേച്ചർ ട്രെയിൽ നടത്താൻ പോവാണ്. അവര് ആനിമൽസിനെയും ബേർഡ്സിനെയും പിന്നെ കാടും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. As they reached the forest entrance, the students got excited to see a lot of tall trees and chirping birds. കുട്ടികൾക്ക് ആ കാടിന്റെ എൻട്രൻസിൽ എത്തിയപ്പോൾ തന്നെ ആ എക്സൈറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ കുറെ വലിയ വലിയ മരങ്ങളും ബേർഡ്സും ഒക്കെ അവർ കാണുകയാണ്. അബ്ബ, വെൽക്കം ടു പച്മടി. ടീച്ചർ, ദിസ് ഈസ് അബ്ബ ദീദി, എ നേച്ചർ സയന്റിസ്റ്റ് ഹൂ സ്റ്റഡീസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. She will guide us in exploring the forest. ഓ, അബ്ബ എന്ന് പറഞ്ഞ ഒരാള് വന്നിരിക്കുകയാണ്. ടീച്ചർ അവരോട് പറഞ്ഞു, അബ്ബ ദീദി ഒരു നേച്ചർ സയന്റിസ്റ്റ് ആണ്. എന്താണ് നേച്ചർ സയന്റിസ്റ്റ്? നേച്ചറിനെ പറ്റി പഠിക്കുക, പ്രകൃതിയെ പറ്റി പഠിക്കുന്ന സയന്റിസ്റ്റ് ആണ്. പ്ലാന്റ്സിനെയും അനിമൽസിനെയും അതിന്റെ ബിഹേവിയറിനെ പറ്റിയും ആ പ്രദേശങ്ങളെ പറ്റിയും ഒക്കെ നല്ല അറിവുള്ള ഒരാളായിരിക്കും നേച്ചർ സയന്റിസ്റ്റ്. സ്റ്റുഡൻസ്, Abba Didi, will we see monkeys, deer, snakes, eagles and tiger on the way? സ്റ്റുഡൻസ് ആകാംക്ഷയോട് ചോദിക്കുകയാണ്, നമ്മൾ ഇന്ന് മങ്കീസിനെയും ഡിയർസിനെയും സ്നേക്കിനെയും ഈഗിളിനെയും ടൈഗറിനെയും ഒക്കെ കാണുമോ? അബ്ബ, that is what we have to find out. We must also make sure that we do not harm the plants and animals in the forest. നമ്മൾ എപ്പോഴും ഒരു കാട്ടിൽ പോകുന്ന സമയത്ത്, കാട്ടിലെ ജീവികളെ കാണാനും അവിടുത്തെ ജീവിതം കാണാനും പോകുന്ന സമയത്ത് അവിടെ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിരിക്കണം. അങ്ങനെ കാട്ടിൽ പോകുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? Can you think of rules that should be followed while you are in zoo or a forest? For example, we should not feed birds. ബേർഡ്സിന് മാത്രമല്ല ആനിമൽസിനെയും കാട്ടിലുള്ള ഒരു ജീവികളെയും നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം കൊടുത്ത് ഫീഡ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ റൂൾസ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം. വി ഷുഡ് നോട്ട് ടീസ് ആനിമൽസ്. ആനിമൽസിനെ ഒരിക്കലും നമ്മൾ ടീസ് ചെയ്യാനോ അവരെ പേടിപ്പിക്കാനോ പാടില്ല. വി ഷുഡ് ഓൾവേസ് വാക്ക് വിത്ത് എൻ അഡൽട്ട്. ഒറ്റയ്ക്ക് കാട്ടിന്റെ ഏതെങ്കിലുമൊക്കെ വഴി കൂടി പോയി കളയാൻ പാടില്ല. കൃത്യമായി പറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ കൂട്ടമായി മാത്രമേ പോകാവുള്ളൂ. We should not throw plastic bags on the ground.
നമ്മൾ പ്ലാസ്റ്റിക് ബാഗ്സോ ചപ്പുചവറുകളോ ഒന്നും കാട്ടില് കളയാൻ പാടില്ല. Now look at the safety rules given below and match them with your list. Have you missed out any of the rules given? സാധാരണയായിട്ട് സൂലും കാട്ടിലും ഒക്കെ പാലിക്കേണ്ട സേഫ്റ്റി റൂൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ലാതെ എക്സ്ട്രാ ഏതെങ്കിലുമൊക്കെ റൂൾസ് ഉണ്ടോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്ലീസ് ബി കെയർഫുൾ ഇൻ എ ന്യൂ പ്ലേസ്. എപ്പോഴും പുതിയ സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് അറിയാത്ത സ്ഥലമാണ്, കെയർഫുൾ ആയിരിക്കണം. പ്ലീസ് ഡു നോട്ട് ടീസ് ആനിമൽസ്. നമ്മൾ പറഞ്ഞു ഡു നോട്ട് ഫീഡ് ആനിമൽസ്. ആനിമൽസിനും ബേർഡ്സിനും ഒന്നും ഫീഡ് ചെയ്യാൻ പാടില്ല. പ്ലീസ് ഡു നോട്ട് ഡാമേജ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. കാട്ടിലുള്ള ഒരു കാര്യവും ട്രീസും ഫ്ലവേഴ്സും ഒന്നും നശിപ്പിക്കാൻ പാടില്ല. പ്ലീസ് ഡു നോട്ട് ബ്രിങ് പെറ്റ്സ്, ഫയർ ആംസ് ഓർ എനി കൈൻഡ് ഓഫ് വെപ്പൺസ്. നമ്മൾ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പെറ്റ്സിനെയോ അതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫയർ ആംസോ അല്ലെങ്കിൽ വെപ്പൺസോ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പ്ലീസ് ഡു നോട്ട് ബ്രിങ് പോളിത്തീൻ ബാഗ്സ്. കൊണ്ടുപോകാൻ പാടില്ല, അതുപോലെ അതൊന്നും കാട്ടിൽ ഉപേക്ഷിച്ച് പോരാനും പാടില്ല. പ്ലീസ് ഡു നോട്ട് ഡാമേജ് പബ്ലിക് യൂട്ടിലിറ്റീസ്. പബ്ലിക് യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ, വാഷ്റൂംസ്, അങ്ങനെ പബ്ലിക് ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല. ഡു നോട്ട് ത്രോ എനി ഗാർബേജ് ഇൻ ദ ഫോറസ്റ്റ്. സാധാരണ ഒരു സൂലാണെങ്കിൽ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് ഡസ്റ്റ്ബിൻസ് ഉണ്ടാകും. എന്തെങ്കിലും വേസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ മാത്രം കളയുക. ഒരിക്കലും വേസ്റ്റ് ഒന്നും എടുത്ത് പുറത്ത് കളയാൻ പാടില്ല. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്ലാസ്റ്റിക്കും ചപ്പുചവറുകളും ഒക്കെ നമ്മൾ കാട്ടിൽ കളഞ്ഞാൽ അവിടുത്തെ ആനിമൽസിന് പ്ലാസ്റ്റിക് എന്താണെന്നൊന്നും അറിയില്ല അല്ലെ? അവര് ഭക്ഷണമാണെന്ന് കരുതി അതെടുത്ത് കഴിക്കും. പ്ലാസ്റ്റിക് ബാഗ്സും പ്ലാസ്റ്റിക് ബോട്ടിൽസും ഒക്കെ ആനിമൽസ് കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആലോചിച്ച് നോക്കൂ. Why are these rules important to be followed? യെസ്, നമ്മളിപ്പോ കുറെ റൂൾസിനെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ റൂൾസ് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടത്? എന്താണ് കാരണം? നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കുക. നമുക്കൊന്ന് നോക്കാം. സോ ഈ റൂൾസ് they ensure that everyone stays safe while visiting the zoo or forest. ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുള്ളൂ. ആനിമൽസ് ആർ നോട്ട് ഡിസ്റ്റർബ്ഡ്, ടീസ്ഡ് ഓർ ഹാംഡ്. നമ്മൾ ഒരിക്കലും അവിടെ കാണാൻ പോയിട്ട് ആനിമൽസിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. പ്ലാന്റ്സ്, ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഡാമേജ്. അതിനൊന്നും ഡാമേജ് ചെയ്യാൻ പാടില്ല. പ്രകൃതിയിൽ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം. എൻവയോൺമെന്റ് റിമെയിൻസ് ക്ലീൻ ആൻഡ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. പബ്ലിക് പ്രോപ്പർട്ടി ഈസ് പ്രിസർവ്ഡ് ഫോർ എവ്രി വൺ ടു യൂസ്. ബാത്റൂംസും ഡസ്റ്റ്ബിൻസും ഡ്രിങ്കിങ് വാട്ടറും ഒക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടി വെക്കണം. വൈൽഡ് ലൈഫ് ക്യാൻ ലിവ് പീസ്ഫുള്ളി ഇൻ ഇറ്റ് നേച്ചുറൽ ഹാബിറ്ററ്റ്. കാട്ടിലൊക്കെ അവരുടെ സ്വന്തം സ്ഥലമാണ്, അവർ സ്ഥിരമായി താമസിക്കുന്ന അവരുടെ സ്വന്തം സ്ഥലമാണ്. നമ്മൾ അവിടെ ചെന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, അവർ ജീവിച്ചോളൂ. ഫ്യൂച്ചർ ജനറേഷൻസ് ക്യാൻ ഓൾസോ എൻജോയ് ആൻഡ് ലേൺ ഫ്രം നേച്ചർ. അപ്പൊ ഇതൊക്കെയാണ് ഈ റൂൾസ് ഫോളോ ചെയ്യുന്നതിന്റെ കാരണം. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്താ? വൈ ആർ ദീസ് റൂൾ ഇമ്പോർട്ടന്റ് ടു ബി ഫോളോഡ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ റൂൾസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്? സോ ദ ആൻസർ ഇസ് following the safety rules in a zoo or forest is essential to protect both wildlife and ourselves. ആ റൂൾസ് ഒക്കെ നമ്മളെ തന്നെ രക്ഷിക്കാനും അതുപോലെ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ രക്ഷിക്കാനും കൂടിയുള്ളതാണ്. These rules are important because they keep us safe, protect animals, plants, അതുപോലെ prevent pollution and damage and help conserve the nature for everyone. അപ്പൊ അതൊക്കെ സേഫ് ആയിട്ട് വെക്കാൻ നമ്മൾ ഈ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തേ പറ്റൂ. Students hopped into the jeeps. As they entered the forest, they saw a variety of plants and animals. അങ്ങനെ അവരൊരു ജീപ്പിൽ കയറി കാട്ടിലേക്ക് കടന്നു. നോക്കിയേ, ഈ കാട്ടില് എന്തൊക്കെ ആനിമൽസിനെയും ബേർഡ്സിനെയാണ് കാണുന്നത്. കുട്ടികളൊക്കെ അതിനെ നേരിട്ട് കണ്ട് എൻജോയ് ചെയ്യാണ്. ആക്ടിവിറ്റി 1. Animals in the forest. Look closely at the picture and identify the animals. You may take help from your teacher. Divide them into 2 categories. Animals on land, birds in the sky.
അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് ഏതൊക്കെ ആനിമൽസ് ഉണ്ട്, ഏതൊക്കെ ബേർഡ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ ഒരു വലിയ ടൈപ്പ് ഓഫ് ബുൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മാനിന്റെ ഫാമിലി ആയിട്ടുള്ള വലിയൊരു ജീവിയുണ്ട്. പിന്നെ ഡിയർസിനെ എല്ലാവർക്കും അറിയാം, മാനുകളാണ്. മങ്കീസ് ഉണ്ട്, പിന്നെ ബെയർ ഉണ്ട്, പിന്നെ ഇത് ബൈസൺ ആണ്, കാട്ടുപോത്ത് ബൈസൺ ആണിത്. ബ്ലൂ ബുൾ എന്നാണ് അതിന്റെ പേര്. ഡിയേഴ്സ്, പിന്നെ ബൈസൺസ്, ബെയേഴ്സ് ആൻഡ് മങ്കീസ്. ഇനി ഏതൊക്കെ ബേർഡ്സ് ആണുള്ളത്? ഇവിടെ ഏതോ ഒരു ടൈപ്പ് ബേർഡ് ആണിത്. നമുക്കിത് സ്പാരോസ് ആണെന്ന് കരുതാം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പേര് അറിയെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഈ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടണം. പിന്നെ ഇതൊരു ബ്ലൂ ബേർഡ് ആണ് അല്ലെ. മേ ബി അതൊരു കിങ് ഫിഷർ ബേർഡ് ആയിരിക്കാം. പിന്നെ ഇവിടെ പാരറ്റ് ഉണ്ട്, പാരറ്റ് ആവാം. പിന്നെ താഴെയുള്ളത് ഇതേതാണോ അതോ ഈഗിൾസ് ആണോ, അങ്ങനെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതുക. പാരറ്റ്സ്, സ്പാരോസ്, കിങ് ഫിഷേഴ്സ് ഒക്കെ ഉണ്ട്. Right. Name some animals including the birds that you have seen. Write any one feature of each of them. Name of the animal. Elephant. Elephantന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലോങ് ട്രങ്ക് ടു ടേക്ക് ഫുഡ് ആൻഡ് വാട്ടർ. അതാണ് അതിന്റെ ഒരു ഫീച്ചർ അല്ലേ. ഇനി സ്പാരോ ആണെങ്കിലോ ഷോർട്ട് ആണ്, സ്ട്രോങ് ബീക്ക് ആണ്, ടു ക്രാക്ക് സീഡ്സ്. ഇനി നമുക്ക് വേണമെങ്കിൽ പാരറ്റ് എഴുതാം. പാരറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? അതിന് ഗ്രീൻ കളർ ആണ്, ഷോർട്ട് ആണ് അതിന്റെ സൈസ്, അതിന് റെഡ് കളർ ബീക്ക് ഉണ്ട് എന്നൊക്കെ എഴുതാം. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ജീവികളെ പറ്റി എഴുതാൻ പറ്റുമോ? മങ്കീസ് ഉണ്ടല്ലേ. മങ്കീസിന്റെ എന്തൊക്കെയാണ്? മങ്കീസ് മരത്തിലാണ് താമസിക്കുന്നത്, അതിന് ലോങ് ടെയിൽ ഉണ്ട്, അത് ഒരു മരത്തിൽ നിന്ന് വേറെ മരത്തിലേക്ക് ചാടി ചാടി പോകും. ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ഈ ഒരു കോളം ഫിൽ ചെയ്യാം. Indian giant squirrel is big red colored squirrel found in Pachmadi and some other places. ഈ ചിത്രത്തിൽ കാണുന്ന സ്ക്യുറൽ, ഇതിന്റെ പേരാണ് ഇന്ത്യൻ ജയന്റ് സ്ക്യുറൽ. ഇത് പച്ചമടിയിലും പിന്നെ വേറെ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. നേച്ചർ ട്രെയിലിന് പോയ കുട്ടികൾ ഇതിനെ കണ്ടിട്ടുണ്ടാകും അല്ലേ. റൈറ്റ്. കമ്പയർ ഇറ്റ് ഫീച്ചേഴ്സ് വിത്ത് ദ സ്ക്യുറൽ യു സീ ഇൻ യുവർ ഏരിയ. ഇതും ഒരു ടൈപ്പ് ഓഫ് സ്ക്യുറൽ ആണ്. പക്ഷെ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ക്യുറൽ ഈ സ്ക്യുറൽ അല്ലേ. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കൂ, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇന്ത്യൻ ജയന്റ് സ്ക്യുറൽ ഇസ് ബിഗർ ആൻഡ് റെഡ് ഇൻ കളർ. നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ സ്ക്യുറലിനെ കമ്പയർ ചെയ്യുമ്പം ഇന്ത്യൻ ജയന്റ് സ്ക്യുറൽ, അതിന്റെ പേര് തന്നെ ജയന്റ് സ്ക്യുറൽ എന്നാണ്, അത് വലുതാണ്. അതുപോലെ അതിന്റെ കളർ റെഡ് ആണ്. while the squirrel in my area are smaller and gray or brown with white stripes. Any Indian giant squirrel has long bushy tail and lives in high trees. Local squirrels are also good climbers, but they are much smaller. അതുപോലെ അതിനും bushy tail ആണ്, but it is not long. It is short bushy tails. Do you know? The spectacled monkey is the state animal of Tripura. The white patches around its eyes make it look like it is wearing spectacles. സ്പെക്ടക്കിൾഡ് മങ്കി എന്നുള്ളൊരു മങ്കി, അതിന്റെ കണ്ണിന്റെ ചുറ്റുമുള്ള വൈറ്റ് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ണട വെച്ചതുപോലെ തോന്നും. ആൻഡ് ആ മങ്കിയാണ് ത്രിപുര സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് ആനിമൽ. The next stop for the jeep was near a pond where students were excited to see more animals. ആ ജീപ്പ് കാട്ടിലൂടെ അങ്ങനെ പോവുകയാണ്. അവരൊരു പോണ്ടിന്റെ അടുത്ത് എത്തിയപ്പോൾ more and more animalsനെ അവർക്ക് കാണാൻ പറ്റി. Look at the gaur. They look like buffaloes, but they are stronger with shorter horns. നമ്മൾ നേരത്തെ ബൈസൺ എന്ന് പറഞ്ഞ ആനിമൽ ആണ്, കാട്ട് പോത്താണ് ഇത്. അപ്പൊ ഇതിന് ഗൗർ എന്നും പറയും. അപ്പൊ ഇതിന്റെ പേര് ഇന്ത്യൻ ബൈസൺ അല്ലെങ്കിൽ ഗൗർ എന്നാണ്. ആര്യ. I wonder which other animals come here to drink water. Look at these footprints in the mud. Which animal might have left these marks? കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാണ്. അവര് നോക്കുന്ന സമയത്ത് പോണ്ടിന്റെ അടുത്ത് കുറെ ആനിമൽസ് വെള്ളം കുടിക്കാൻ നിൽക്കുന്നുണ്ട്. അവർക്കൊരു ഡൗട്ട് തോന്നുകയാണ്, ഈ ആനിമൽസ് അല്ലാണ്ട് വേറെ ഏതൊക്കെ ആനിമൽസ് ഇവിടെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടാവാം?
അവരുടെ ഫുട് പ്രിന്റ്സ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. എല്ലാരും ശ്രദ്ധയോടെ ആ ഫുട് പ്രിന്റ്സ് പോയി നോക്കുകയാണ്. സാർത്ഥക്, മേ ബി എ ഡിയർ ഓർ എ ടൈഗർ ഓർ എ റാബിറ്റ്. ഐ സീ വൺ റാബിറ്റ് മഞ്ചിങ് ഓൺ ദ ഗ്രാസ് ഓവർ there. ചിലപ്പോ ഒരു ടൈഗറോ ഡിയറോ റാബിറ്റോ ഒക്കെ ആയിരിക്കാം. ഞാനൊരു റാബിറ്റിനെ അവിടെ കണ്ടിട്ടേ ഉള്ളൂ എന്ന് സാർത്ഥക് പറഞ്ഞു. അടുത്ത ആക്ടിവിറ്റി ആണ്. Look at the footprints and guess the name of the animals that you think must have come to the pond to drink water. പോണ്ടിന്റെ അടുത്തുള്ള കുറച്ച് ഫുട് പ്രിന്റ്സ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇത് ഏത് ആനിമൽ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ആദ്യത്തത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗിന്റെ ഒക്കെ പോ പ്രിന്റ്സ് പോലെ ഉണ്ട്. പക്ഷെ ഇത് കാടല്ലേ, കാടായതുകൊണ്ട് മേ ബി അതൊരു ടൈഗർ ആവാം. രണ്ടാമത്തത് കണ്ട ഡക്കിനെയൊക്കെ പോലെ ഉണ്ടല്ലേ, സോ മേ ബി അതൊരു ഗൂസ് അല്ലെങ്കിൽ വൈൽഡ് ഡക്ക് ആവാം. അടുത്തത് ഏതോ ഒരു ബേർഡിന്റെ ആണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റോർക്ക് പറക്കുന്നുണ്ട്, മേ ബി അതൊരു സ്റ്റോർക്കിന്റെ ആവാം. ഒബ്സർവ് ആൻഡ് ഡ്രോ ദ ഫുട് പ്രിന്റ് ഓഫ് എനി ആനിമൽസ് ഇൻ ദി സ്പേസ് ഗിവൻ ഹിയർ. നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ കുറെ ആനിമൽസും ബേർഡ്സും ഒക്കെ വരുമല്ലോ. അപ്പൊ അതൊക്കെ കാല് വെക്കുന്ന സമയത്ത് അതിന്റെ ഫുട് പ്രിന്റ്സ്, അതിന്റെ പോ പ്രിന്റ്സ് ഒബ്സർവ് ചെയ്തിട്ട് അത് നിങ്ങൾ ഈ സ്പേസിൽ വരയ്ക്കുക. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ നോക്കാം. ആദ്യത്തത് ഡോഗിന്റെ പോ പ്രിന്റ്സ് ആണ്. പിന്നെ അതിനെ പോലെ തന്നെ കുറച്ച് ചെറുത് കാറ്റിന്റെ പോ പ്രിന്റ്സ് ആണ്. കൗ, ഹോഴ്സ്, പിന്നെ ചിക്കൻ, പീജിയൻ. അപ്പൊ ചില ബേർഡ്സിന്റെ ഒക്കെ കുറെ സിമിലാരിറ്റി ഉണ്ടാവും. ഇതുപോലെയാണ് ഉണ്ടാവുക അല്ലെ. ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് വരയ്ക്കുക. Sarthak wanted to know about a bird. It had a long tail and large curved beak sitting on a tree nearby. ഇവിടെ നോക്കിയേ, ഈ ട്രീയില് ഒരു വലിയൊരു ബേർഡ് ഉണ്ട്. അതിന് ലോങ് ടെയിൽ ഉണ്ട്, അതിന്റെ കേർവ്ഡ് ആയിട്ടുള്ള വളഞ്ഞിട്ടുള്ള ബീക്ക് ഉണ്ട്. അത് വലിയൊരു മരത്തിന്റെ മുകളിലിരിക്കുകയാണ്. അപ്പോ അബ്ബ, ആ നേച്ചർ സയന്റിസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, ദാറ്റ് ഇസ് എ ഹോൺബിൽ. ആ ബേർഡിന്റെ പേരെന്താണ്? ഹോൺബിൽ. ഇറ്റ് ഹാസ് എ ഹെഡ് ഗിയർ ഗ്രോയിങ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഫോർഹെഡ് ലൈക്ക് ഹോൺ. അതിന്റെ നെറ്റിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഹോൺ പോലെ അല്ലെങ്കിൽ ഒരു കൊമ്പ് പോലെയുള്ള ഒരു തലപ്പാവുണ്ട് പക്ഷിക്ക്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഹോൺബിൽ. അതുകൊണ്ടാണ് ആ പക്ഷിയെ ഹോൺബിൽ എന്ന് വിളിക്കുന്നത്. സം ബേർഡ്സ് ലൈക്ക് പീകോക്ക് ആർ കളർഫുൾ വൈൽ അതേഴ്സ് ലൈക്ക് owls have sharp eyesight that helps them to see at night. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഓരോ പക്ഷികൾക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ബേർഡ്സ് ലൈക്ക് പീകോക്ക് നല്ല കളർഫുൾ ആണ്, നല്ല ഭംഗിയാണ്. എന്നാൽ ഔളിനൊന്നും അതുപോലെ കളർ ഒന്നുമില്ല. പക്ഷെ അതിന് ഷാർപ്പ് ഐസൈറ്റ് ഉണ്ട്. എന്തുകൊണ്ടാ? അതിന് നൈറ്റിലാണ് അത് ഇരപിടിക്കാൻ പോകുന്നത്. അതിന് പകല് അത്രയ്ക്ക് കണ്ണു കാണാൻ പറ്റില്ല, എന്നാൽ രാത്രി നന്നായിട്ട് കണ്ണു കാണാൻ പറ്റും. ഇതുപോലെയാണ് ഓരോ ജീവികൾക്കും ഓരോ ക്യാരക്ടേഴ്സും ഓരോ കഴിവുകളും ഉണ്ട്. നെയിം ദ ബേർഡ്സ് ഷോൺ ബിലോ. ഈ ബേർഡ്സ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് പാരറ്റ് ആണ്, രണ്ടാമത്തത് സ്പാരോ ആണ്, മൂന്നാമത്തത് ഒരു ഡക്ക് ആണ്, നാലാമത്തത് ഈഗിൾ ആണ് അല്ലെ. അപ്പൊ അതിന്റെ പേരുകളൊക്കെ നിങ്ങൾ ഈ ഒരു സ്പേസിൽ എഴുതുക. ആക്ടിവിറ്റി 3. Take different food items like grains, berries, fruits, nuts, etc. in a plate. Try to pick these food items using a spoon, a toothpick, or a pair of sticks. Fill the table below with appropriate tool for picking each of these food items. ഗ്രെയിൻസ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പിക്ക് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റിക്ക് കൊണ്ട് കുത്തിയെടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. ഇനി 2 സ്റ്റിക്ക് കൊണ്ട് എടുക്കാൻ പറ്റുമോ ഗ്രെയിൻ? 2 സ്റ്റിക്ക് കൊണ്ട് എടുക്കുന്നവര് ചൈനയിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല. സോ ഗ്രെയിൻസ് എന്തുകൊണ്ടായിരിക്കും എടുക്കാൻ പറ്റുക? സ്പൂൺസ് കൊണ്ട് എടുക്കാം. ബെറീസോ? ബെറീസ് നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ട് എടുക്കാം അല്ലെ, ടൂത്ത് പിക്ക്. ഇനി നട്ട്സോ? നട്ട്സ് നമുക്ക് സ്പൂൺ കൊണ്ട് എടുക്കാം. പീസസ് ഓഫ് ഫ്രൂട്ട് നമുക്ക് 2 ഇതേപോലത്തെ വലിയ സ്റ്റിക്ക് ഉപയോഗിച്ചെടുക്കാം, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടും എടുക്കാം. വലിയ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് 2 സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് എടുക്കാം. അപ്പൊ സ്റ്റിക്ക് അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇതുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ള ഒബ്സർവേഷൻ വേണം ഇവിടെ എഴുതാൻ.
It is interesting to know that birds have beaks and claws which help them in eating and other activities. An eagle has a sharp curved beak and sharp claws to catch its prey. ഓരോ പക്ഷികൾക്കും അല്ലെങ്കിൽ ഓരോ ജീവികൾക്കും അവരവരുടെ അവയവങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ ശരീരത്തിലുള്ള ഓരോ ഫീച്ചേഴ്സും അവർക്ക് ജീവിത സാഹചര്യത്തിന് ഉപയോഗിക്കാനുള്ള രീതിയിലായിരിക്കും രൂപാന്തരപ്പെട്ടിട്ടുണ്ടാവുക. ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു ഈഗിള്, നല്ല ഹൈറ്റിൽ പറന്നു പോകുന്ന ഈഗിളിന് താഴെ ഏതെങ്കിലും ചെറിയ അതിന്റെ പ്രേനെ അല്ലെങ്കിൽ അതിന് കഴിക്കാനുള്ള ഫുഡ്, അതിന്റെ ഇരയെ കണ്ടുപിടിക്കും. അതിന് നല്ല ഐസൈറ്റ് ഉണ്ടാവില്ലേ? ഇല്ലെങ്കിൽ എങ്ങനെയാ ഇത്ര മുകളിൽ നിന്ന് താഴെയുള്ള ചെറിയ ജീവിയെ കാണാൻ പറ്റുക? അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ചെറിയ ജീവിനെ കൊത്തിയെടുക്കാനും അതിനെ കടിച്ചു വലിക്കാനും വേണ്ടി അതിന് പ്രത്യേക രീതിയിലാണ് അതിന്റെ കേർവ്ഡ് ബീക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഷാർപ്പായിട്ടുള്ള ക്ലോസ് ആണ് അതിന്റെ കാലിലൊക്കെ ഉള്ള നഖങ്ങള്. കാരണം അത് പറന്നു പോകുമ്പം ആ ജീവിയെയും പിടിച്ചുകൊണ്ട് നല്ല ഹോൾഡ് ചെയ്തുകൊണ്ട് വേണം അതിന് പറന്നു പോകാൻ വേണ്ടി. അതിനുശേഷമാണ് ആ ജീവിയെ നന്നായി കൊത്തിപ്പറിച്ച് കഴിക്കേണ്ടത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അതിന്റെ ക്ലോസും പിന്നെ ബീക്സും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആരാ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? പ്രകൃതിയാണ്, നേച്ചറാണ്. While a sunbird has a long beak to drink nectar from flowers. സൺബേർഡ് എന്ന് പറഞ്ഞാൽ നീളത്തില് ബീക്കൊക്കെ ഉള്ള, അത് പൂക്കളിൽ നിന്ന് തേനൊക്കെ മാത്രം കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോ ആ ജീവിക്ക് ആവശ്യമുള്ളത് സ്ട്രോ പോലെ നീണ്ട കൊക്കാണ് അല്ലേ? We can guess the eating habits of a bird by observing its beaks and claws. ആ ജീവിയുടെ ബീക്കും അതിന്റെ ക്ലോസും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് അതിന്റെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Different birds have different beaks, claws and varying food habits. നമുക്ക് നോക്കാം. ആദ്യം ഒരു പാരറ്റിനെ കാണിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് സൺബേർഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, നീളമുള്ള ബീക്ക് ഉപയോഗിച്ച് പൂക്കളിൽ നിന്ന് നെക്ടർ കുടിക്കുന്നു. ഇനി ഒരു സ്റ്റോർക്കിന് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനും നീളമുള്ള ബീക്കാണ്. അതിന്റെ ആവശ്യം എന്താ? അതിന് വെള്ളത്തിൽ നിന്ന് ഒരു മീനിനെ പിടിക്കാൻ വേണ്ടിയാണ്. ഇനി ഇവിടെ സ്പാരോസ് ഉണ്ട്. കുഞ്ഞു ബീക്കാണ്. കാരണം ധാന്യമണികളൊക്കെ നിലത്തുനിന്ന് കൊത്തി 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 തിന്നാനാണ് അത് അതിന്റെ ബീക്സ് ഉപയോഗിക്കുന്നത്. പാരറ്റിന്റെ ചുണ്ട് നോക്കിയ ഒരു കേർവ്ഡ് ആണ്, പക്ഷെ സ്മോൾ ആണ്. അതുപോലെ അതിന്റെ ക്ലോസ് അത് ഭയങ്കര ഷാർപ്പാണ്. കാരണം അതിന് മരത്തിന്റെ മുകളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനും ഈ കഴിക്കുന്ന ഫുഡിനെയൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാനുമാണ് ഈ ടൈപ്പ് ഓഫ് ക്ലോസ് ഉള്ളത്. അപ്പൊ അത് കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില്ലി, മാംഗോ, ഫ്രൂട്ട്സ് ഒക്കെയാണ് അത് കഴിക്കുക. ഇനി രണ്ടാമതൊരു ഡക്കാണ്. ഡക്കിന്റെ ബീക്ക് ഇതുപോലെ വളഞ്ഞിട്ടുള്ള ബീക്കല്ല. ഡക്കിന് എന്താണ് ഡക്കിന്റെ ഫുഡ്? നട്ട്സും പിന്നെ വേംസും ഒക്കെയാണ്. അപ്പൊ അതിനെ കഴിക്കാനുള്ള രീതിയിലാണ് അതിന്റെ ബീക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ കാല് നോക്കിയേ, ഒരു വെബ് പോലെയാണ്, ഒരു വെബ്ഡ് ആയിട്ടുള്ള കാലാണ്. ഇത് അതിനെ വെള്ളത്തില് നീന്താൻ ഹെൽപ്പ് ചെയ്യും. അടുത്തതൊരു ഈഗിൾ ആണ്. ഇതിന്റെയും ആ ഒരു ബീക്ക് കണ്ട് ഒരു കേർവ്ഡ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ജീവികളെയൊക്കെ കടിച്ചു പറിച്ച് തിന്നാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള ബീക്ക്. അതുപോലെ വളഞ്ഞിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് ആണ് അതിന്റെ ആനിമൽസിനെ, അതിന്റെ പ്രേസിനെ ഒക്കെ അവിടെ മുറുക്കി പിടിച്ചു വെക്കാനുള്ളതാണ്. എന്തൊക്കെയാണ് അതിന്റെ ഫുഡ് ഹാബിറ്റ്സ്? ഫിഷ്, എലി, സ്നേക്ക് ഇങ്ങനെയുള്ള ചെറിയ ജീവികളെയൊക്കെയാണ് ഈഗിൾ കഴിക്കുക. ഇനി സ്പാരോ പോലെയുള്ള കുഞ്ഞു ജീവി നോക്കിയേ, അതിന്റെ കാലുകളുടെ ചിത്രം നോക്കുക. അതിന്റെ ഫുഡ് ഹാബിറ്റ്സ് അതും വേംസിനും നട്ട്സും ഒക്കെയാണ് കഴിക്കുക. എന്നാൽ അത് പറന്നു പോയിട്ട് മരത്തിൽ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് അതിന്റെ കാലൊക്കെ ഈ ഒരു ഷേപ്പിലാണ്. Bird diary. Go near a tree. Close your eyes and listen to the sounds of different birds. Now open your eyes and focus on one bird at a time. Observe how it moves, what it eats, and where it sits. Write your observations in a bird diary. നിങ്ങൾ ഓരോരുത്തരും ഓരോ ബേർഡ് ഡയറി ഉണ്ടാക്കണം. എന്നിട്ട് പുറത്ത് പോയിട്ട് ഓരോ ബേർഡിനെ ഒബ്സർവ് ചെയ്യുക. ആ ബേർഡിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡയറിയിൽ എഴുതി വെക്കുക. ഇപ്പൊ ആദ്യം തന്നെ ഈ ചിത്രത്തിൽ നോക്കിയേ, ഏതാണ് ഈ ബേർഡ്? ഇതൊരു ക്രോ ആണല്ലേ. സോ അതിന്റെ നെയിം ക്രോ. നിങ്ങൾ എന്നാണ് ഇത് ചെയ്യുന്നത്? സോ മേ ബി 12/07/26.
ഓക്കെ, വെറുതെ ഒരു ഡേറ്റ് ഇട്ടതാണ്. മൈ ബേർഡ് ഡയറി, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. നിങ്ങൾ കാക്കയെ പറ്റി ഒബ്സർവ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഇവിടെ എഴുതുക. അതിന്റെ ഹെഡ് കളർ, ഇവിടെ ഹെഡ് കളർ എന്താണ്? ബ്ലാക്ക് ആണ്. അതിന്റെ ബാക്ക് കവർ ഈ ഒരു കളറാണ്. അതിന്റെ ഈ ബാക്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെയുള്ള കളർ മേ ബി ഗ്രേ ആണ്, ഗ്രേ കളർ. വിങ് കളർ, വിങ്സ് ഏതാണ്? ബ്ലാക്ക് ആണ്. ബീക്ക് ഷേപ്പ്, അത് ഷാർപ്പ് ആയിട്ടുള്ള വി ഷേപ്ഡ് ബീക്ക് ആണ്. ത്രോട്ട് കളർ, അതിന്റെ ത്രോട്ടും ഏകദേശം ഒരു ബ്ലാക്കോ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേയോ ആണ്. അപ്പൊ ഡാർക്ക് ഗ്രേ. കളർ ഓഫ് ലെഗ്സ്, അതും ബ്ലാക്ക് ആണ്. കാക്ക ആയതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ് അല്ലെ. പക്ഷെ എല്ലാ പക്ഷികളും ഇങ്ങനെ ആയിരിക്കില്ല. ഇതുപോലെ എത്ര കൂടുതൽ ബേർഡ്സിനെ പറ്റി നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രയും കൂടുതൽ നിങ്ങൾ കളക്ട് ചെയ്യാം. List the animals which live in and around water bodies. Fill the table given below. അവർ കാട്ടിൽ പോയപ്പോ ഒബ്സർവ് ചെയ്തതാണ് മരങ്ങളിലുള്ള ജീവികൾ, മണ്ണിൽ താമസിക്കുന്ന ജീവികൾ, അതുപോലെ ആകാശത്ത് പറന്ന് നടക്കുന്ന ജീവികൾ അല്ലെ. ഇപ്പൊ അവർ എത്തിയിരിക്കുന്നത് ഒരു പോണ്ടിന്റെ അടുത്താണ്. പോണ്ട് മീൻസ് ഒരു വാട്ടർ ബോഡിയാണ്. ആ വാട്ടർ ബോഡിയിലുള്ള എന്തൊക്കെ തരം ജീവികളാണെന്ന് നോക്കാം. ഒരു ഫിഷ്, ഒരു ടേർട്ടിൽ, ഒരു ഫ്രോഗ്, ഒരു സ്നേക്ക്, ഈ തരം ജീവികളൊക്കെ വെള്ളത്തിൽ താമസിക്കും. ഈ ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ നെയിം ഓഫ് ദ ആനിമൽസ്, റൈറ്റ് സൈഡിൽ മൂവ്മെന്റ്സ് കൊടുത്തിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഫിഷ്, ഫിഷ് എങ്ങനെയാ മൂവ് ചെയ്യുക? ഫിഷ് സ്വിംസ്. ക്രാബ് വാക്സ്. ഫ്രോഗ് ജംപ്സ്. ടേർട്ടിൽ, ടേർട്ടിൽ എന്താ ചെയ്യുക? ടേർട്ടിൽ വെള്ളത്തിലാണെങ്കിൽ അത് സ്വിം ചെയ്യും. പിന്നെയോ കരയിലാണെങ്കിൽ അത് ക്രോൾ ചെയ്യും, ക്രോൾ. ക്രൊക്കഡൈലോ? ക്രൊക്കഡൈലും ആമയെ പോലെ തന്നെയാണ്. വെള്ളത്തിന് അതിന് സ്വിം ചെയ്യാൻ പറ്റും, പുറത്തതിന് ക്രോൾ ചെയ്യാൻ പറ്റും. സ്നേക്ക്, സ്നേക്സിന്റെ മൂവ്മെന്റിന് പറയുന്ന പേരാണ് സ്ലിതറിങ്. സ്ലിതർ. സ്നേക്സിന്റെ മൂവ്മെന്റിന് നമുക്ക് സ്ലിതേഴ്സ് എന്ന് പറയാം. ഇവിടെ ഫ്രോഗിനാണെങ്കിലും ജമ്പ് ചെയ്യുന്നത് കരയിലാണ്, അതിനും വെള്ളത്തില് സ്വിം ചെയ്യാൻ പറ്റും. Animals which live in water have a special features to help them to survive. Fish have fins to swim. The gharial, a type of crocodile, have long, narrow and pointed snout to catch fish. Turtles have strong shells to keep them safe and webbed feet to help them swim easily. Frogs can live both on land and water. അപ്പോ നമ്മൾ കരയിൽ ജീവിക്കുന്ന ആളുകള് വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ശ്വാസം മുട്ടും അല്ലെ. എന്നാ ഫിഷിന് വെള്ളത്തിൽ നിന്ന് ശ്വാസം മുട്ടുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? കാരണം അതിന്റെ ബോഡി വെള്ളത്തിൽ ജീവിക്കാൻ പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫിഷിന് ഫിൻസ് ഉണ്ട്. എന്തിനാ? അതിന് സ്വിം ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ചില ക്രൊക്കഡൈൽസിന്റെ ഫ്രണ്ടിൽ അതിന്റെ വായുടെ ഭാഗത്ത് നല്ല നീളത്തിലുള്ള ബീക്ക് പോലെ ഉണ്ടാകും. എന്തിനാണത്? വെള്ളത്തിനടിയിൽ നിന്ന് മീനിനെ പിടിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ടേർട്ടിൽസിന് എന്തിനാ അതിന്റെ മുകളില് ഒരു വലിയ സ്ട്രോങ് ഷെല്ലുള്ളത്? തലയും കാലും ഒക്കെ അത് ഉള്ളിലേക്ക് വലിച്ച് അതൊരു കല്ല് പോലെ ഇരിക്കും അതിന്റെ ശത്രുക്കൾ വരുന്ന സമയത്ത്. അപ്പൊ അതിനെ സേഫ് ആക്കി വെക്കാനാണ് ആ ഒരു ഷെല്ലുള്ളത്. ചില ജീവികളുണ്ട് വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും. ഫ്രോഗ് അങ്ങനെ ഒരു ജീവിയാണ്. അങ്ങനെയുള്ള ജീവികളുടെ പേരെന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആംഫിബിയൻസ് അല്ലെ. ആംഫിബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ്. അതുപോലെയാണ് ഓരോ ജീവികൾക്കും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവും. വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് വെള്ളത്തിൽ സർവൈവ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടാകും. കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് കരയിൽ സർവൈവ് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ടാകും. രണ്ട് സ്ഥലത്തും ജീവിക്കാൻ പറ്റിയ ജീവികളും ഉണ്ടാകും. അവരുടെ ബോഡി അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കുറച്ച് ആനിമൽസിന്റെയും ബേർഡ്സിന്റെ ഒക്കെ പേരും ചില സ്പെസിഫിക് ഫീച്ചേഴ്സും ഒക്കെ പഠിച്ചല്ലേ. അടുത്ത വീഡിയോയിൽ ഇതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.